ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാവിലെ ആശംസിക്കുകയാണ്. ജൂൺ 6-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. മഴയാണ് സംസ്ഥാനത്ത്. വ്യാപകമായി തന്നെ മഴ പെയ്യും. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ പെയ്തുവെങ്കിൽ അത് വടക്കൻ കേരളത്തിലും ശക്തി പ്രാപിക്കുന്നു എന്നുള്ള കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മഴയെ മുൻകരുതി തന്നെ കാര്യങ്ങൾ നീക്കുക. ഇനി മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം, കൊണ്ടോട്ടിയിലുണ്ടായൊരു വാഹനാപകടമാണ്. അവിടെ കൊട്ടിയൂരിലേക്ക് തീർത്ഥാടനത്തിന് പോയ വാഹനാപകടത്തിൽ 2 മരണമുണ്ട്. അതിൽ കുറച്ചുപേരുടെ നില ഗുരുതരമാണ്, അപകടത്തിൽപ്പെട്ടവരുടെ. ഇനി രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ രാജ്യം മുഴുവൻ നോക്കുന്ന ഒരു പ്രകടനം ഇന്ന് ഡൽഹിയിലുണ്ട്. കോക്രോച്ച് പാർട്ടിയുടെ ആദ്യത്തെ അവരുടെ പൊതു പ്രതിഷേധ പരിപാടിയാണ്. അത് എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം ആളുകൾക്ക് എത്തിച്ചേരുമെന്നൊക്കെ അറിയേണ്ടത് കൗതുകരമായിരിക്കും, ആകാംക്ഷയുണ്ട്. അപ്പോൾ ആ വാർത്തയിലേക്കൊക്കെ നമ്മൾ വിശദമായി കടക്കുകയാണ്. നമുക്ക് ആദ്യം തലക്കെട്ടിലൂടെ തുടങ്ങാം. മലപ്പുറത്ത് വാഹനാപകടത്തിൽ 2 മരണം. അപകടം ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 10ലേറെ പേർക്ക് പരുക്ക്, 5 പേരുടെ നില ഗുരുതരം. അപകടം പുലർച്ചെ 1:30 കൊണ്ടോട്ടിയിൽ. അപകടത്തിൽപ്പെട്ടത് പാലക്കാട് നിന്ന് കൊട്ടിയൂരിലേക്ക് പോയ തീർത്ഥാടക സംഘം. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. 5 ജില്ലകളിൽ റെഡ് അലേർട്ട്. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. നേതൃമാറ്റ ചർച്ചകൾക്കിടെ KPCC ഭാരവാഹി യോഗമിന്ന്. MLA-മാരും MP-മാരും പങ്കെടുക്കും. DCC അധ്യക്ഷന്മാരും യോഗത്തിൽ. മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ED. അറസ്റ്റടക്കം തുടർ നടപടികൾ, തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം മാത്രം. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി വൈകിട്ട് അവസാനിക്കും. പരസ്യ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. ഡൽഹി ജന്തർ മന്ദിറിലേക്ക് ഇന്ന് മാർച്ച്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് സമീപം എത്താൻ പ്രവർത്തകർക്ക് നിർദ്ദേശം. കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, മൂൾക്കശം കുന്ന് വായനശാല സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇത് എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രി 1:30 ഈ ഒരു അപകടം സംഭവിച്ചത്. ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാനാകുന്നത്. എന്താണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നത് കുറെ കൂടി വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകുന്നുള്ളൂ. ഡ്രൈവർമാർ ആരെങ്കിലും ഉറങ്ങിയതാണോ, എന്താണ് നിയന്ത്രണം തെറ്റിയതാണോ എന്നുള്ളത് അറിയേണ്ടത്. നമുക്ക് ഈ വാഹനങ്ങൾക്കേറ്റ നാശം അല്ലെങ്കിൽ അതിന്റെ ഒരു പരിക്ക് കാണുമ്പോൾ ഇടിച്ചു കയറിയതുപോലെ ആണ് ടെമ്പോ ട്രാവലറിന്റെ അവസ്ഥ. ടെമ്പോ ട്രാവലറിന്റെ വലതുവശം, ഡ്രൈവറുടെ ഭാഗം മുതൽ പകുതി വരെ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഡ്രൈവറുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊരു സ്ത്രീയുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ പരിക്ക്, 3 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്നാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ വലതുഭാഗത്ത് ഇരുന്നവരാകാം ഈ ഒരു അപകടത്തിൽ. അനുമോദ, ഒരു നിമിഷം. ഇപ്പോൾ കോഴിക്കോട് ആ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ പ്രതികരിക്കുന്നു. നമുക്ക് അതിലേക്ക് പോയ ശേഷം വരാം. പേടിക്കില്ല. പിന്നെ തേന്ന് വന്ന് അടിച്ചിട്ട് ഈ സാധനം മുഴുവൻ അങ്ങനെ തലയിലൊക്കെ വീഴുമ്പോൾ പേടിച്ചിട്ട് വണ്ടി മറിഞ്ഞതല്ല, ഇടിച്ചിട്ട് ആ സാധനങ്ങൾ മേലെ പോകണം. ഡ്രൈവറിന്റെ മേലെ വീണ്. ഡ്രൈവറിനെയും കാണാനില്ല, ഞങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിനെയും കാണാനില്ല. മഴയും ഇട്ടിട്ട് ഓടാൻ തരമുണ്ട്. ഒക്കെ കൂടി ഒരേ കുട്ടികളുണ്ടായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ടവരുടെ പ്രതികരണമാണ് കേട്ടത്. മഴയുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണെങ്കിലും നമുക്ക് ആ പ്രതികരണത്തിലേക്ക് നമുക്ക് തിരികെ വിശദമായി എത്താം. MS അനീഷ് കുമാർ കോഴിക്കോട് വിവരങ്ങൾ നൽകും. അനുമോദ്, എന്നാലും ആ അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തന സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ആളുകൾ പെട്ടെന്ന് തന്നെ കുടുങ്ങിയവരൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചോ വളരെ പെട്ടെന്ന്? ഏതാണ്ടൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ അവിടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്തേക്ക് എത്തിക്കുവാനും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഹൈവേ ആണ്.
പക്ഷേ രാത്രിയും വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടമാണ്, ആളുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ കാലതാമസം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ സമയത്ത് അല്പനേരം ഗതാഗത കുരുക്ക് ഉണ്ടായി. അതിനു പുറമെ അഗ്നിശമന സേന വിവിധ കോഴിക്കോട് നിന്നും കൊണ്ടോട്ടിയിൽ നിന്നുള്ള അഗ്നിശമന സേനാ അംഗങ്ങൾ അവിടെ എത്തി. അങ്ങനെയാണ് ആ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കിയത്. തുടർന്ന് വാഹനങ്ങൾ മറ്റൊരിടത്തേക്ക് നീക്കിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതില് അപകടത്തിന്റെ കാരണം ഈ ഉറക്കം ആണോ അതോ നിയന്ത്രണം തെറ്റിയതാണോ എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇതില് ട്രാവലറിന്റെ ഡ്രൈവർ അദ്ദേഹം മരിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞ കാര്യം. സ്വാഭാവികമായിട്ടും രക്ഷപ്പെട്ടവർ നൽകുന്ന വിവരങ്ങളായിരിക്കും ഇനി അപകടത്തിന്റെ കാരണത്തിലേക്ക് വഴിയൊരുക്കുന്നത്. 1:30യോടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് അറിയാനാകുന്നത്. ടിപ്പറിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ നിലയിൽ ഗുരുതരമാണ് എന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും കൂടുതൽ പേർക്ക് ഡ്രൈവറുടെ ഭാഗത്തിരുന്ന ആ സൈഡിലുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് പരിക്കേറ്റിരിക്കുന്നത്. മറുവശത്തെ ഡോറ് തുറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് അവരെ അതുവഴി പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിൽ അവരെ പുറത്തിറക്കി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചതെന്ന് വേണം കരുതുവാൻ. എന്നാലും രക്ഷപ്പെട്ടവരാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു ആളുകൾ. സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കുവാൻ. എഴുതോ ശരി അനുമോദ്, 13 പേരാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കും. MS അനീഷ് കുമാർ അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. അനീഷ്, ഈ ചികിത്സയിലുള്ളവർ അതിൽ ചിലരുടെ നില ഗുരുതരമാണെന്നൊക്കെ പറയുന്നുണ്ട്. തൊട്ടു മുമ്പാണ് ഈ അപകടത്തിൽപ്പെട്ടവരുടെ പ്രതികരണം ഉണ്ടായത്. എന്താണ് അവർ പറയുന്നത്? എന്താണ് സാഹചര്യം കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയുന്നത്? എൽദോ, ഇന്നലെ അപകടമുണ്ടായ പുലർച്ചെ തന്നെ ഈ പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് നേരിട്ട് കൊണ്ടുവന്നത്. ഇതിൽ വടവന്നൂർ സ്വദേശിയായ വടവന്നൂർ സ്വദേശിയായ ട്രാവലിൻ്റെ ഡ്രൈവർ കൂടിയായ രാജേഷ് എന്നയാൾ മരിക്കുകയും കൊല്ലങ്കോട് സ്വദേശിനി രമണിയും മരിക്കുകയും ചെയ്തു. അങ്ങനെ 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. ആദ്യഘട്ടത്തിൽ 13 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഒരു 8 പേരെ കൂടെ കൊണ്ടുവന്നു. ഇപ്പോൾ ആകെ 21 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും നൽകുന്ന വിവരം. ഇതിൽ ഒരാളുടെ കൂടെ നില അതീവ ഗുരുതരമാണ്. മറ്റ് ആളുകൾക്ക് അതീവ ഗുരുതരമായ അവസ്ഥയിലല്ല. പരിക്ക് കാര്യമായി ഉണ്ടെങ്കിൽ പോലും അവരുടെ ആരോഗ്യ നിലയെ സംബന്ധിച്ചൊരു ആശങ്ക വേണ്ട എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആദ്യം 2 ആശുപത്രികളിലായാണ്, ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഫാറൂഖിലെ താലൂക്ക് ആശുപത്രിയിലുമായാണ് ആളുകൾ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും ആ ആളുകളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. ഇതിൽ 2-3 പേർ പുറത്തുള്ള ചില സ്വകാര്യ ആശുപത്രികളിൽ കൂടി ചികിത്സയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 1:30 അപകടം നടന്നത്. ട്രാവലറും ലോറിയും നേർക്ക് നേർ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് കൊട്ടിയൂരിലേക്ക് തീർത്ഥാടന യാത്ര പുറപ്പെട്ട സംഘത്തിൻ്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ ടിപ്പർ ലോറിയിലും ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു അപകടം ആണ് നടന്നത്. പക്ഷേ ഈ ആൾനാശം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നതൊരു ആശ്വാസകരമായ കാര്യമാണ്. അപകടത്തിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ ടിപ്പർ ലോറിയുടെയും ഈ ട്രാവലറിൻ്റെയും കിടപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപകടത്തിൻ്റെ ഒരു വ്യാപ്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ സമയോചിതമായ രക്ഷാപ്രവർത്തനം നടക്കുകയും ആളുകളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ ഒരു ആൾനാശത്തിൻ്റെ തോത് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൽദോ, ഈ പ്രതികരിച്ച ആ അപകടത്തിൽപ്പെട്ടവർ പറഞ്ഞത് എന്താണ്? എങ്ങനെ അപകടമുണ്ടായി, എന്തുകൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞത്? ഇനി മഴയത്തെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയൊക്കെ അവരെന്താണ് പറഞ്ഞത് അനീഷ്? അവർക്ക് സത്യത്തിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നൊരു വ്യക്തത വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് ഒരു വാഹനം വന്ന് തങ്ങളുടെ വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതേ തുടർന്ന് വാഹനത്തിൻ്റെ മുൻഭാഗവും മുകൾ ഭാഗവുമൊക്കെ പൊളിഞ്ഞ് തങ്ങളുടെ മേലയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, ഈ പുലർച്ചെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഉണർന്നിരിക്കുന്നെങ്കിൽ പോലും കൃത്യമായൊരു ധാരണ സംഭവത്തെക്കുറിച്ച് അവർക്കുണ്ടാവാൻ
കഴിയില്ല. അവർ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോഴേക്കും അപകടം അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ വലിയ ശബ്ദം കേൾക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ല. നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ ഈ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഏതാണ്ട് അടുത്ത ഭാഗത്തൊക്കെ ആയിട്ടിരുന്നാണ് നമ്മൾ മുമ്പേ കണ്ട 2 സ്ത്രീകൾ അവർ യാത്ര ചെയ്തിരുന്നത്. മറ്റു കൃത്യമായ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ഇപ്പോഴും ധാരണയില്ല. എന്തായാലും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ കാര്യമായ അപകട നിലയില്ലാത്തവരൊക്കെ അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ പുറത്തേക്ക് വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളും അല്പം സമയം കഴിയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കും. എൽദോ. റൈറ്റ്. വലിയൊരു അപകടം. എന്തായാലും തീർത്ഥാടനത്തിൽ പോയ സംഘമാണ് ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടത്. ലോറിയിൽ മിനി ടിപ്പർ ലോറിയിൽ കൂട്ടിയിടിച്ചു ആ ടെമ്പോ ട്രാവലർ. 5 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ലഭ്യമാകുന്നത്. എന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും, അല്പസമയത്തിനകം എന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MS അനീഷ് കുമാർ ചേർന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ്. ഇന്ന് 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മഴ കനത്തതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുമുണ്ട്. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രദേശങ്ങളിലെ ജനങ്ങളെ ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ആജ്ഞ രവീന്ദ്രൻ, MS അനീഷ് കുമാർ, KV ബൈജു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, ഈ വടക്കൻ ജില്ലകളിലാണ് ഇന്ന് കാര്യമായിട്ട് മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത. എങ്ങനെയാണ് രാവിലെ മഴയുണ്ടോ ബൈജു കണ്ണൂരിൽ, കാസർഗോഡിലൊക്കെ? എന്തോ കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴയാണ് പ്രവചനം. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുന്നത്. പക്ഷെ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രവചനമുള്ളത്. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങൾ അതോടൊപ്പം മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖല ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കടലാക്രമണ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ജില്ലയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലവർഷത്തിലൊക്കെ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളോടെല്ലാം അതീവ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്തും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചനം. പക്ഷേ നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. വെള്ളക്കെട്ട് വലിയ തോതിൽ രൂപപ്പെട്ടിട്ടില്ല. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം ഇത്തരത്തിൽ RDOമാർക്ക് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം എന്നൊക്കെ. ഏതായാലും നിലവിൽ വലിയ തോതിലുള്ള ഒരു ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെയാണ് സ്കൂളിന്റെ മതിലിടിഞ്ഞ് വലിയ തോതിലുള്ള ഒരു അപകടം. അത് ദുരന്തം ഒഴിവായത് തലനാരിഴക്കെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഏതായാലും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ വരും മണിക്കൂറുകളിൽ ശക്തമായി തന്നെ ഉണ്ടാകും. പുഴയോരങ്ങളിലുള്ളവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങളിലുള്ളവർക്കും അത്തരത്തിൽ ജാഗ്രതയുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. റൈറ്റ്. ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം. എന്താണെങ്കിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ ആകാശമാണ് അവിടെ അങ്ങേയറ്റത്ത് കണ്ണൂരിലും കാസർഗോഡും ഒക്കെ. ഇനി ഞാൻ കോഴിക്കോടേക്ക് വരികയാണ്. കോഴിക്കോട് അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടും മഴ ഇല്ലെന്ന് തോന്നുന്നില്ലേ? പക്ഷേ മഴ മുന്നറിയിപ്പുണ്ട്.
എൽദോ, ഇപ്പോൾ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിലായി മഴ തുടരുകയാണ്. പക്ഷേ ഏറെ നേരത്തേക്ക് നിന്ന് അതിതീവ്രമായി പെയ്യുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് നേരിയ ആശ്വാസം നൽകുന്നത്. ഇന്നലെ പകലും ഇന്നലെ അർദ്ധരാത്രിയിലുമൊക്കെ വലിയ തോതിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായി അവധി നൽകിയിരിക്കുന്ന ഒരു കാഴ്ച. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകൾ ഒരുപാടുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി, മദ്രസകൾ അടക്കമുള്ളവ പൂർണ്ണമായി ഇന്ന് അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഈ റിസോർട്ടുകൾ അല്ലെങ്കിൽ ഈ മലയോര മേഖലകളിലെ യാത്ര, മറ്റ് ഈ ഖനനം പോലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. കഴിഞ്ഞ കാലവർഷ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച വിലങ്ങാട് പോലുള്ള വടകര താലൂക്കിൻ്റെ മേഖലകളിൽപ്പെട്ട വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നീരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലെ ആളുകളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഈ ഇവരുടെ മാറ്റി താമസിപ്പിക്കൽ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ എന്നിവയ്ക്ക് വടകര RDO നോഡൽ ഓഫീസറായും വടകര തഹസീൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഈ ഒരു പുഴയോരങ്ങളിലും ഒപ്പം ഈ കുത്തനെയുള്ള ചെരുവുകളിലും ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളെത്തിയാൽ ആദ്യം ബാധിക്കുന്നത് ഇത്തരം കുത്തനെയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളും പുഴയോട് ചേർന്നുള്ള ആളുകളുമൊക്കെയാണ്. അത്തരം ആളുകളെ സുരക്ഷിതമായി ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നൽകി. ക്യാമ്പുകളിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഒഴിപ്പിക്കൽ നടപടികൾക്ക് പുഴയോരത്തും ഈ കുന്നുകളുടെ സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ മാറാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവരെ ബലമായി തന്നെ മാറ്റാനും ഒപ്പം അവരുടെ വീടുകൾക്ക് സുരക്ഷ നൽകാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഒപ്പം വിലങ്ങാട് മേഖലയിലെ മലയോര മേഖലയിലെ റോഡുകളിൽ രാത്രി 7 മണി മുതൽ രാവിലെ വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴിച്ച് മറ്റ് തരത്തിലുള്ള പൂർണ്ണമായ ഗതാഗതം നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ടൂറിസം കേന്ദ്രങ്ങളിലെ സഞ്ചാരികൾക്ക് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 6, 7 തീയതികളിലാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ DTPCയുടെ കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കേന്ദ്രങ്ങളിലും ഈ ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നും കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എൽദോ, ഇപ്പോഴും ജില്ലയിൽ മഴ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, അവിടെ മഴ പെയ്യുന്നുണ്ട് നന്നായി തന്നെ. കോഴിക്കോട് മുന്നറിയിപ്പ് പ്രകാരം പോലെ തന്നെ മഴ തീവ്രമാകുന്നുമുണ്ട്. ഇനി ഞാൻ കൊച്ചിയിലേക്ക് വരികയാണ്. അവിടെ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, മധ്യ കേരളത്തിലെ സ്ഥിതി എന്താണ്? കാര്യമായിട്ടുള്ള മഴയും മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടോ? എന്തോ രാവിലെ മുതൽ, അതായത് ഒരു പുലർച്ചെ സമയം മുതൽ ഒരു നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെയൊക്കെ നമുക്കറിയാം പൂങ്കര ഭാഗങ്ങളിലൊക്കെ കനാലുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം തന്നെ നിന്നും ആവർത്തിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പെയ്ത മഴയേക്കാൾ വലിയ ഇന്റൻസിറ്റിയിലാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആജ്ഞയുടെ ഫോൺ കട്ടായിട്ടുണ്ട്. എന്തായാലും വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം കൂടി അവിടെ ഉണ്ട്. ഈ കനാലും തോടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവിടെ വെള്ളം ഒഴുകിപ്പോകാത്ത സാഹചര്യം, ഒരുപാട് വീട്ടുകാർ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുമുണ്ട്. മഴയെത്തുമ്പോൾ ദുരിതങ്ങൾ, മഴക്കെടുതികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ വെള്ളക്കെട്ടിലേക്കൊക്കെ, ആ വീട്ടിലത്തേക്ക് സാഹചര്യം നോക്കുക, വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. ഒപ്പം അനീഷ് കുമാർ കോഴിക്കോട് നിന്നും, KV ബൈജു കണ്ണൂരിൽ നിന്നും. കഴിഞ്ഞ ദിവസം കൂറ്റൻ മതിലിടിഞ്ഞ് വീണ് ദുരന്തം തലനാരിഴയ്ക്കൊഴിവായ കാസർകോട്ടെ കാഞ്ഞങ്ങാട് UBMC സ്കൂൾ പരിസരത്ത് അപകട ഭീഷണി ഉയർത്തി മറ്റൊരു കൂറ്റൻ മതിൽ കൂടിയുണ്ട്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തരത്തിലാണ് ഈ മതിലും നിൽക്കുന്നത്. വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് വരുന്നത്. കാഞ്ഞങ്ങാട് നഗരമധ്യത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം കൂറ്റൻ മതിലിടിഞ്ഞ് വീണത്. നടുക്കുന്ന ദൃശ്യങ്ങളാണ് അത് എന്ന് പറയേണ്ടി വരും. ഏതായാലും ആ പരിസരത്തിന്, അതിന് സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയും വലിയ അപകടാവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു കൂറ്റൻ മതിൽ, ഇത്
ഏത് സമയത്തും ഇടിഞ്ഞ് താഴേക്ക് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് ഇന്നലെ മതിലിടിഞ്ഞ് വീണത് അതിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഇത്തരം അപകടം. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴി കൂടിയാണിത്. അതോടൊപ്പം നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വലിയ ഭീതിയിലാണ്. മഴ ശക്തമായി ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകും. അപ്പോൾ വലിയ അപകടാവസ്ഥയിലാണുള്ളത്. നമ്മളിപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിൽ ഈ കഴിഞ്ഞ ദിവസമാണ് കൂറ്റൻ മതിൽ ഇതിൽ ഇടിഞ്ഞു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇത് കഴിഞ്ഞ ദിവസം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറിയിട്ടാണ് ഈ മതിലിന്റെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാൻ പറ്റും. അവിടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷം ഇതിന്റെ തൊട്ടുമുട്ടിയിട്ട് ഇതിന്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ വർഷം പൊളിഞ്ഞു വീണത്. ആ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുനിസിപ്പാലിറ്റിയിലും താലൂക്കിലും എല്ലാം നമ്മൾ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ നാളിതുവരെ ഒരു അധികാരികളും ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടില്ല. ഒരു അപകടം വരുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയുടെയും താലൂക്കിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ വരുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാരുടെ എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വേണം ഇനിയുള്ള പ്രവർത്തനങ്ങളെങ്കിലും നടക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ കഴിഞ്ഞ ഈ അപകടത്തിൻ്റെ ഈ സ്ഥിതി നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കമ്പിയും ആ സിമെൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും വലിയ ഒരു മതിൽ കെട്ടാൻ ഇത്രയും ചെറിയ രീതിയിലുള്ള കമ്പിയും സിമെൻറ്റുമാണ് ഉപയോഗിച്ചത്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയോ താലൂക്കിൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെ വിഭാഗം ഇത് അന്വേഷിക്കുകയോ ഇത് അവരുടെ നേതൃത്വത്തിലോ നടന്ന കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. വലിയ തോതിൽ ഇവിടെ ഈ മതിൽ തള്ളി പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം ഇതിന് സമീപത്ത് തന്നെ ഇതൊരു തവണ മണ്ണിടിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഇതിപ്പോഴും ഉള്ളത്. മണ്ണിടിഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതിന് സമീപത്ത് നമുക്ക് തൊട്ടടുത്താണ് ഇന്നലെ ഈ മണ്ണ് ഇടിഞ്ഞു വന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിരവധി വീടുകളുണ്ട് ഈ ഭാഗത്ത്. ഇത്തരത്തിൽ ഏതായാലും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം, അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KB ബൈജു, News 18 കാസർഗോഡ്. ആജ്ഞ രവീന്ദ്രനും ഡാൻ കുര്യനും കൂടെ ചേരുന്നുണ്ട് മഴയുടെ കാര്യങ്ങൾ അപ്ഡേറ്റുകൾ നൽകാനായി. വീണ്ടും ആജ്ഞ, കൊച്ചിയിൽ സാഹചര്യം എന്താണ്? ഈ വെള്ളക്കെട്ട് ഏതൊക്കെ പ്രദേശത്താണ് കാര്യമായി ബാധിച്ചിട്ടുള്ളത്? എൽദോ, പ്രത്യേകിച്ചും പറവൂർ മേഖലയിലൊക്കെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടാണ്. അതുമാത്രമല്ല, ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അത് റോഡിലേക്ക് ഒഴുകിയിറങ്ങി ചെളിക്കൂമ്പാരമായി മാറിയിട്ടുണ്ട്. യാത്ര ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിൽ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറയിൽ അത്ര വലിയൊരു വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ഒരു കാന കയ്യേറ്റം ചെയ്തതോടുകൂടി അതായത് കൃത്യമായ നീരൊഴുക്ക്, സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള കെട്ടിയടക്കൽ ഉണ്ടായതിനെ തുടർന്ന് ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്നു, അല്ലെങ്കിൽ വീടുകളുടെ പ്രദേശങ്ങളിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പറമ്പിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലാത്തൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് മലിനജലമാണ് ഈ ചുറ്റുവട്ടവും കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. അതിനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നതാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം ഇത്രയധികം സമയം ഉണ്ടായിട്ടും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല എന്നുള്ള കാര്യവും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈകലാകാം. കഴിഞ്ഞ സർക്കാർ അവർ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് എന്തു തന്നെ ആയാലും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള എന്ത് തരത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങളുടെ ഭാഗമാണെങ്കിൽ പോലും ഈ ഇത്തരം മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതും മാലിന്യ കൂമ്പാരം കെട്ടിക്കിടക്കുന്നതും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. യാത്ര ദുസ്സഹമാണ്. കൊച്ചിയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, എല്ലാ തവണയും മഴക്കാലത്ത് ഇത് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു മഴ പെയ്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ വെള്ളമൊക്കെ ഒഴുകിപ്പോകുമെങ്കിൽ പോലും പെയ്യുന്ന സമയത്ത് വലിയ വെള്ളക്കെട്ടാണ് കൊച്ചിയിൽ ഉണ്ടാകുന്നത്. രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും KSRTCയുടെ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം, ആ ബിൽഡിങ്ങൊക്കെ എപ്പോഴും വെള്ളം കൊണ്ട് നിറയുന്ന, അതും പ്രത്യേകിച്ചും അതിന് പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ മാലിന്യ കൂമ്പാരമാണ്. അതുകൊണ്ട് മനുഷ്യർക്കൊന്നും യാത്ര ചെയ്യാൻ തരത്തിലുള്ള
ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടുകളാണ് എപ്പോഴും കൊച്ചിയിലുള്ളത്. അത് ഈ ദിവസങ്ങളിലും ഉണ്ടാകും. വലിയ മഴയാണ് ഇന്നലെ പുലർച്ചെ മുതൽ, ഈ കഴിഞ്ഞ പുലർച്ചെ മുതൽ വലിയ മഴയാണ്. അത് നിർത്താതെ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് 1-2 മിനിറ്റ് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് യാത്ര ഒഴിവാക്കണം. അതായത് കൊച്ചിയിൽ നിന്നും മറ്റിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രത്യേകിച്ചും അറിയിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ, അതായത് മഴ കൂടുകയാണ്, രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ചും കടലോര പ്രദേശങ്ങളിലൊക്കെ ഇനി ഈ ഒരു കടലേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, മഴയേറിയാൽ അവിടുത്തെ ആളുകൾക്ക് ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് മഴ എന്ന് പറയുന്നത് ദുസ്സഹമായ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന അങ്ങനെ ഒരു ജീവിതം സമ്മാനിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. പ്രത്യേകിച്ച് മഴ, കഠിനമായ മഴ. അതേസമയം ഈ പറഞ്ഞതുപോലെ പല പ്രദേശങ്ങളും, പറവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. പറവൂർ നഗരസഭ അടക്കമുള്ള നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെയും വെള്ളക്കെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും അത് കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമാണ്. എന്നിരുന്നാൽ പോലും മഴ വരുമ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലേക്കാണ് എപ്പോഴും ഈ വർഷകാലം ഉണ്ടാവാറുള്ളത്. അതിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണമായിരുന്നു. അതും നടന്നിട്ടില്ല. അത് എല്ലാ തവണയും ഈ ഒരു പരാതി വരാറുണ്ട്. അതായത് അത് ഒരു പ്ലാനിങ്ങോടുകൂടി നടന്നിട്ടില്ല എന്നുള്ളത്. വർഷകാലം ഏത് സമയത്തും മഴ വരാം. അതായത് ജൂൺ മുതലുള്ള കാലഘട്ടം മഴയുടേതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളത് പരാതിയും ഉയരുന്നുണ്ട്. എന്തായാലും കൊച്ചിയിലെ ജനങ്ങൾ ഈ അഴുക്ക് വെള്ളങ്ങൾ ഒക്കെ വീടുകളിലേക്ക് ഒഴുകിച്ചെന്ന് അവരുടെ ജീവിതം വളരെ അധികം ദുഷ്കരമാക്കുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. ശരി, എന്തായാലും ഈ മഴക്കാല പൂർവ്വ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, അതാണ് എപ്പോഴും ചർച്ചയാവുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ തെക്കൻ ജില്ലകളിൽ എങ്ങനെയാണ് സാഹചര്യം? രാവിലെ തിരുവനന്തപുരത്ത് തെളിഞ്ഞ ആകാശമാണ് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് അനുസരിച്ചാണ് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന പോലെ പ്രത്യേകിച്ചത് കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. അവിടെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 204.4 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതോടൊപ്പമാണ് മധ്യ കേരളത്തിലെ ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റ് മധ്യ കേരളത്തിലെ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് തെളിഞ്ഞ ആകാശമാണ് രാവിലെ, പക്ഷേ മേഘാവൃതമാണ്. അത് ഒരു വശത്തെ മേഘാവൃതമാണ്. അങ്ങനെയെങ്കിൽ ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ രാവിലെ തന്നെ ശക്തമായി മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തമായി പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം 2 ജാഗ്രതാ നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവർ എടുത്തു പറയുന്നത് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ്. കാരണം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്ക്, സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയോര മേഖലകളിലേക്കുള്ള യാത്ര അത്യാവശ്യ കാര്യങ്ങൾക്കല്ല എങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കണം. അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രദേശവാസികൾ ഒരു മുന്നറിയിപ്പായി തന്നെ സ്വീകരിക്കണം. കാരണം വെള്ളം പെട്ടെന്നാകും ഇരച്ചെത്തുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിലായിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ. പെട്ടെന്ന് മാറേണ്ടി വന്നാൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കണം. കാരണം അതിശക്തമായ മഴ പല താഴ്ന്ന മേഖലകളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും അങ്ങനെ തന്നെ തുടരും. 6, 7, 8 തീയതികളിൽ അതിശക്തമായ മഴ താഴ്ന്ന മേഖല പ്രദേശങ്ങളിലടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴയുടെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാലവർഷം അതിന്റെ ഒരു രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ തൽക്കാലത്തേക്കൊരു ശമനമുണ്ടെങ്കിലും വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഒടുവിലത്തെ മുന്നറിയിപ്പ്. റൈറ്റ്, ഡാൻ സൂചിപ്പിച്ച പോലെ ശക്തമായിട്ടുള്ള മഴ അതിങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. എന്നാലും പൂർണ്ണമായിട്ടും കാലവർഷത്തിലേക്ക് കേരളം എത്തി എന്നുള്ളതാണ് കാര്യം. ഇടവേള. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇന്ന് വീണ്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വൈകുന്നേരം 4 മണിക്ക് കസ്റ്റഡി സമയം അവസാനിക്കുകയാണ്. ബേക്കറി ജംഗ്ഷനിലെ
പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് സമീപം എത്തിച്ച് ഇന്നലെ വൈകുന്നേരം പോലീസ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. കേസിൽ 25 പേരെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തത്. മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകി വീണ ടിയെയും CMRL MD ശശിധരൻ കർത്തയെയും വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവ് ശേഖരണം പരമാവധി പൂർത്തിയാക്കും. SFIOയിൽ നിന്നും ED തെളിവ് ശേഖരിക്കും. ചോദ്യം ചെയ്യാനോ അറസ്റ്റ് നടപടികൾക്കോ തടസ്സമില്ലെങ്കിലും തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം മതി എന്നുള്ളതാണ് തീരുമാനം. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസ്. അതുകൊണ്ട് തന്നെ ED വളരെ കരുതലോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആജ്ഞ അങ്ങേറ്റം കെയർ എടുക്കുന്നുണ്ട്. കാരണം വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, അറസ്റ്റ് അത്ര നടപടിയിലേക്ക് നീങ്ങാം. പക്ഷേ വളരെ കെയർഫുള്ളായി ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് EDയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? എൽദോ, ഇത് സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളിയിരുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണ്. ഉടൻ വീണയ്ക്ക് സമൻസ് അയക്കും, CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കും എന്നുള്ളത് തന്നെയായിരുന്നു ആ സമയത്ത് വിചാരിച്ചത്. കാരണം EDക്ക് ആ സമയത്തും സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്ന ഒരു സമയം വരെയും സമയമുണ്ടായിരുന്നു. അതായത് വീണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് ED നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ചോദ്യം ചെയ്യലാണ് വീണയുമായി ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് നടത്തിയിട്ടുള്ള വിവരശേഖരങ്ങൾ മാത്രമാണ് EDയുടെ പക്കലുള്ളത്. അതുകൊണ്ട് അതിൽ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം ചെയ്യൽ വേണം എന്നുള്ളതായിരുന്നു EDയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്, അതായത് ED അന്വേഷണം തുടരാമെന്ന് പറയുന്ന ഹൈക്കോടതി ഉത്തരവിന് തുടർന്ന് ഈ വീണയെ കസ്റ്റഡിയിലെടുക്കും, വീണയ്ക്ക് സമൻസ് അയക്കുമെന്നുള്ള ഒരു വാർത്തയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ED അതിലൊരു സാവകാശം പാലിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നപ്പോഴും CMRLന്റെ ആവശ്യം തള്ളിയപ്പോഴും CMRLന്റെ ഉദ്യോഗസ്ഥർക്ക് വെള്ളിയാഴ്ച വരെ അറസ്റ്റ് പാടില്ല, നടപടിക്രമങ്ങൾ പാടില്ല, തുടർ നടപടികൾ പാടില്ല എന്ന് ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുമ്പോഴും വീണയ്ക്കും മറ്റുള്ളവർക്കും എതിരായിട്ടുള്ള, അതായത് CMRL ശശിധരൻ കർത്തയും 5 ഉദ്യോഗസ്ഥരും നൽകിയിരിക്കുന്ന ഹർജിയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് അങ്ങനെയാണ്. അതേസമയം തന്നെ വീണയ്ക്കും മറ്റുള്ളവർക്കും അടക്കമുള്ള നടപടിക്രമങ്ങൾ തുടരാമെന്ന് എടുത്ത് ഹൈക്കോടതി പറയുകയും ചെയ്തിരുന്നു. എന്നിട്ടും ED ഒരു സാവകാശം പാലിച്ചിട്ടുണ്ട്. അതേസമയം ED ഡയറക്ടർ തുടർ നീക്കങ്ങൾ ആലോചിക്കാൻ കൊച്ചിയിലുണ്ട്. അഭിഭാഷകർ EDയും മറ്റ് അഭിഭാഷകരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിലൊരു ക്ലാരിറ്റി വരുത്തിയ ശേഷം മാത്രമേ ED മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണയ്ക്ക് സമൻസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വീണയെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യത്തിലൊരു സാവകാശം ED പാലിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വിധി വരുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പൊക്ക് നയം ED കാണിച്ചത്. പക്ഷേ ഇനി അതല്ല, ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടി 2 വർഷം പഴക്കമുള്ള കേസാണ്, ഇനി ഇതിൽ സാവകാശം ആക്കേണ്ട കാര്യമില്ല എന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൊണ്ട് ED നടപടിക്രമങ്ങൾ ഇനി വളരെ വേഗത്തിലായിരിക്കാം. അതുമാത്രമല്ല, എൽദോ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്ന, കോളിളക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷം മാത്രം മതി തുടർ നടപടികൾ എന്നുള്ളതാണ് EDയുടെ ഒരു സ്റ്റാൻഡ്. ആജ്ഞയാണ് കൊച്ചിയിൽ ചേർന്നത്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ പോലീസ് ചിത്രീകരിച്ച മർദ്ദന ദൃശ്യങ്ങളും അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇന്ന് ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ശരണ്യ സ്നേഹജൻ വിവരം നൽകും. ശരണ്യ, വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു വിധിയായിരിക്കും അത്. എപ്പോഴത്തേക്കാണ് പ്രതീക്ഷിക്കേണ്ടത്? ഉച്ചയ്ക്ക് മുമ്പ് കേസെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേസിൽ SIT സമർപ്പിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. SIT ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടും ഒപ്പം തന്നെ ആയുധങ്ങളുടെ പരിശോധനാ ഫലവും ഉൾപ്പെടെ 2 സമയങ്ങളിലാണെന്നതൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഡോക്ടർമാർ ഇവർക്ക്, അതായത് AD തോമസിനും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിനും ഏറ്റ മർദ്ദനത്തെ സംബന്ധിച്ച് അതൊരു നിസ്സാര പരിക്കല്ലേ എന്നുള്ള രീതിയിലുള്ള പരാമർശമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരായ അനിൽ കല്ലിയൂർ, സന്ദീപ് ഉൾപ്പെടെയുള്ള 5 പേരുടെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വിധി പറയുക. ഈ കേസിൽ തുടക്കത്തിൽ, അതായത് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ്
ഹണി എം വർഗീസ് ആണ് ഇതിനകത്ത് വിധി പറയുന്നത്. പല വിമർശനങ്ങൾ ഉണ്ടായ ഒരു കേസാണ്, പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന കേസാണ്. ഈ മർദ്ദനം, അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കേറ്റ മർദ്ദനം കേരളം മുഴുവൻ ചർച്ചയാവുകയും ചെയ്തതാണ്. ഒരു രാഷ്ട്രീയ ആയുധമായി UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ കേസിലാണ് ഏറ്റവും നിർണായകമായി ഗൺമാന്മാർക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ള വിധി നമുക്ക് അറിയാൻ കഴിയുക. എൽദോ. ശരി ശരണി. നേതൃതലത്തിൽ ഉടൻ മാറ്റമുണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെ KPCC ഭാരവാഹികളുടെ യോഗം ഇന്ന് ചേരുകയാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും MP-മാരും MLA-മാരും KPCC ഭാരവാഹികളും DCC അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെയാകും KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഈ ഭാരവാഹി യോഗം ചേരുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അറിയാനാണ് താൻ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നതെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്. ആദായ നികുതി വകുപ്പിന്റെ അടക്കമുള്ള പരിശോധനകൾ സാധാരണഗതിയിൽ കമ്പനികളിൽ നടക്കാറുള്ളതാണ്. ആത്മഹത്യയിലേക്ക് നയിച്ചത് പരിശോധനകൾ ആകണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചെയർമാന്റെ മരണം മൂലം കമ്പനിയെക്കുറിച്ച് പലർക്കും സംശയങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ടായി. ഈ പ്രതിസന്ധികൾ മറികടന്നതായും TA ജോസഫ് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു പേരാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന CJ റോയിയുടെ മരണം അത് വളരെയധികം ചർച്ച നേടുകയും എല്ലാം തന്നെ ചെയ്തതാണ്. പ്രത്യേകിച്ച് ആ ബിസിനസ് രംഗത്ത് അത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും അതിന്റെ അന്വേഷണം തുടരുകയും ചെയ്യുന്ന ഒരു ഘട്ടം. കോൺഫിഡന്റ് ഗ്രൂപ്പ് പിന്നീട് എന്തായി, പിന്നീട് എപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതെല്ലാം തന്നെ നമ്മളോട് സംസാരിക്കുന്നു. ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD TA ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. സർ, നിലവിൽ ഒരു വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ചോദിച്ചാൽ ഇപ്പോൾ എങ്ങനെയാണ് അതിന്റെ ആ കേസ് കാര്യങ്ങളുടെ ഒരു അവസ്ഥ? കേസ് ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കും ബാംഗ്ലൂർ. അത് ഓൾമോസ്റ്റ് തീർന്നു. എല്ലാ വിധത്തിലുള്ള എൻക്വയറീസും കഴിഞ്ഞു. ഇനി അവരത് ഫൈനലൈസ് ചെയ്യാനുള്ളൂ. പിന്നെ ഇപ്പോൾ ഗവൺമെന്റ് മാറി, ഗവൺമെന്റ് എല്ലായിടത്തും മുഖ്യമന്ത്രിയൊക്കെ മാറിയപ്പോൾ ആ ഒരു തിരക്കായിട്ടൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞാൽ ഐ തിങ്ക് വിതിൻ ഒരു 10 days അല്ലെങ്കിൽ 2 weeksനുള്ളിൽ അതിന്റെ ഇത് റിപ്പോർട്ട് വരും. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതല്ല, ഏതാ ആ രീതിയിൽ SITയുടെ ഈ രീതിയിലുള്ള, അപ്പോൾ അതാ പ്രതീക്ഷിക്കുന്നു. അന്വേഷണങ്ങൾ അതെല്ലാം തന്നെ അതൊന്നും വിഷയമൊന്നുമില്ല. ITയുടെ ഒക്കെ അത് അങ്ങനെ തന്നെ പോകുന്നത്. നോർമൽ എല്ലായിടത്തും ഉണ്ടാവുന്ന സെർച്ചുകൾ നമ്മൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാനും ചെയർമാനും ഒറ്റ ഇതിൽ നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ അത് നോർമൽ ഇപ്പോൾ IT ആയാലും GST ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എപ്പോഴെങ്കിലും വരാം. ആ കൂട്ടത്തിൽ ഒരു 4-5 ബിൽഡേഴ്സിന്റെ ഉണ്ടായിരുന്ന ആ സമയത്ത് അത് ഇവിടെയും ഒന്നിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെയർമാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അല്ലേ അറിയാൻ പറ്റും. അത് അവർ നോക്കുന്നത് എന്താണ് റീസൺ എന്നുള്ളതാണ്. റീസൺ അപ്പൊ അവര് എൻക്വയറി നടത്തി എല്ലാ ആൾക്കാരെയും ചോദിച്ചും പിടിച്ചും നടത്തുന്നതാണ്. അപ്പൊ അത് അവര് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു വലിയൊരു റീസൺ തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിലുള്ളത്. അങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം, അത് ആ സമയത്ത് നേരിട്ട ക്രൈസിസുകൾ വലുതായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ചെയർമാനായിരുന്നല്ലോ കമ്പനിയുടെ ഫേസ്. പുള്ളിയായിരുന്നു കൂടുതലും സോഷ്യൽ മീഡിയയിലും TVയിലും എല്ലാം കൂടുതലും വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ TVയിലൊന്നും വരാറില്ല. അപ്പൊ ജനങ്ങൾക്ക് അറിയാവുന്നത്, പബ്ലിക്കിന് അറിയാവുന്ന ഒരൊറ്റാളേ ഉള്ളൂ, ഡോക്ടർ റോയ് CJ. നമ്മൾ ഇങ്ങനെ പബ്ലിക് ഇതിൽ പോകാറുമില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നോർമലായിട്ട് ഇപ്പോൾ ഒരു പാർട്ടിയുടെ തന്നെ തലവൻ പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇവിടെയും പല കോംപ്ലിക്കേഷൻസ് ആൾക്കാർ ചിന്തിച്ചു. ക്ലയൻസുകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി, അവരെന്തായിരിക്കും ഫ്യൂച്ചർ എന്നൊക്കെ. പക്ഷെ ഞാൻ അന്നൊരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. പ്രസ് മീറ്റിൽ ഞാൻ ക്ലിയറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അനുസരിച്ച് ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഒരിടത്തും ഇല്ല ഇഷ്യൂസ്. ബിക്കോസ് ഒരാള് പോയതുകൊണ്ടോ ചെയർമാൻ പോയതുകൊണ്ടോ ഒരു കമ്പനി ഒരു 500 സ്റ്റാഫും 10,000 ലേബർ വർക്ക്സൊക്കെ ഉള്ളൊരു കമ്പനിയിൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഇറ്റ് ഇസ് നോട്ട് എ വൺ മാൻ ആർമി.
കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നതായി ആരോപണം. ബാവലിക്കെട്ട് എന്ന പേരിൽ ഇല്ലാത്ത ആചാരം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായാണ് പരാതി. ആചാരങ്ങളിൽ അവകാശമുന്നയിച്ച് മുസ്ലിം കുടുംബം ബാവലിപ്പുഴയിൽ ഇറങ്ങി കല്ലിട്ടു. കർണാടക സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിലിന്റെ നേതൃത്വത്തിൽ മുസ്ലിം കുടുംബത്തിന് പാരമ്പര്യ അവകാശമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് കർണാടകയിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിൽ കർണാടക പോലീസ് അകമ്പടിയോടെ ഏതാനും ആളുകളോടൊപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത്. തൊട്ടുപിന്നാലെ ദേവസ്വം അധികൃതർ അറിയാതെ ബാവലിപ്പുഴയിൽ കല്ലുകൾ വെക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബാവലിക്കെട്ട് എന്ന പേരിൽ ചടങ്ങുണ്ടെന്നും അതിന്റെ പാരമ്പര്യ അവകാശികളായ മുസ്ലിം കുടുംബമാണെന്നും പറഞ്ഞായിരുന്നു പ്രചരണം. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് മുസ്ലിം കുടുംബത്തിന് അവകാശമില്ലെന്നിരിക്കെയാണ് ഈ നീക്കം. വ്യാജ പ്രചരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം അധികൃതരും രംഗത്തെത്തി. ആചാര ലംഘനങ്ങളെയും കടന്നുകയറ്റത്തെയും ശക്തമായി എതിർക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. ചിലർ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം കുറ്റപ്പെടുത്തി. അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ദേവസ്വം വ്യക്തമാക്കി. ശബരിമലയിൽ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിൻ്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല, അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത്. ക്ഷേത്രത്തിനെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ പോലുള്ള ഒരു ക്ഷേത്രത്തിലെ പവിത്രമായ ദക്ഷയാഗ സ്മരണകൾ ഉറങ്ങുന്ന വൈശാഖ മഹോത്സവത്തെ അലങ്കോലപ്പെടുത്താനുള്ള, സമാധാന ഭംഗമുണ്ടാക്കാനുള്ള, സാമുദായിക മൈത്രി തകർക്കാനുള്ള ഗൂഢോദ്ദേശം ഇതിന് പിറകിലുണ്ട് എന്ന് സംശയിക്കുകയാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലം മുതലാണ് കർണാടകയിൽ നിന്നുള്ള ഭക്തർ ധാരാളമായി കൊട്ടിയൂരിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇത്തവണയും അതിന് വ്യത്യാസമില്ല. ഈ സമയത്താണ് കർണാടകയിൽ നിന്നുള്ള ഷാഹിദ് പാരമ്പര്യ അവകാശമുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. ഇതിന് ഗൂഢനീക്കമുണ്ടെന്ന ആരോപണമാണ് ഉയരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, എന്തൊക്കെയാണ് ഇതിലെ വിവരങ്ങൾ? എന്തൊക്കെയാണ് ദേവസ്വവും ഒപ്പം നാട്ടിലെ മറ്റുള്ളവരും പറയുന്നത്? എൽദോ, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈശാഖ യാഗ മഹോത്സവം നടക്കുന്ന ഒരു സമയമാണ്. അതായത് 27 ദിവസം കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നുമായി ലക്ഷങ്ങൾ എത്തുന്ന ഒരു ഉത്സവമാണ്. അങ്ങനെയുള്ള ഒരു ഉത്സവം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു വിവാദം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ മുസ്ലിം കുടുംബത്തിന് ഇവിടെ പാരമ്പര്യ അവകാശമുണ്ട്, അത് സ്മരണ പുതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ എത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് കർണാടക സ്റ്റേറ്റ് മിനിമം വേജസ് ബോർഡ് ചെയർമാൻ, അതായത് ക്യാബിനറ്റ് പദവിയാണ് അദ്ദേഹത്തിന്, TM ഷാഹിദ് തെക്കിലും അതോടൊപ്പം മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ കർണാടകയിലാണ് NR മായിനും പിന്നെ ഒരു 3 പേരടങ്ങുന്ന സംഘവും കൊട്ടിയൂരിലെത്തിയത്. ഈ ക്ഷേത്ര ദർശനത്തിന്റെ ആണെന്നാണ് ദേവസ്വം വകുപ്പ് ഒക്കെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവർ അവിടെ എത്തിയതിനു ശേഷം ഈ ബാവലിപ്പുഴയിൽ എത്തി ഇത്തരത്തിൽ കല്ലിടുന്ന ഒരു ചടങ്ങ് നടത്തി. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു ആചാരമുണ്ടായിരുന്നു. അത് പുതുക്കുക എന്നതാണ് അവരുടെ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിൽ അവർ വ്യക്തമാക്കിയത്. ഇതാണിപ്പോൾ വലിയ തോതിലുള്ള വിവാദമായിരിക്കുന്നത്. ആചാര നടത്തിപ്പിന് മുസ്ലിം സമുദായത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ക്ഷേത്രത്തിന്റെ മഹിമ കളയുന്നതിന് വേണ്ടി ആസൂത്രിത ശ്രമം നടക്കുന്നു എന്ന ആരോപണം കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ നിയമപരമായി നേരിടാനാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇവർ പറയുന്നത് ശബരിമലയിൽ വാവരപ്പള്ളി ഉള്ളതുപോലെ കൊട്ടിയൂരിൽ വാവലിക്കെട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ, അതോടൊപ്പം വലിയ തോതിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും ദേവസ്വം വകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും വ്യാജമായ ആളുകൾ വന്ന് വ്യാജമായ ചടങ്ങ് നടത്തിയാൽ അത് ദേവസ്വം ബോർഡ് അതിനെ പ്രതിരോധിക്കും. ഹിന്ദു ആചാരങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടെ നടന്നതെന്നും പറയുന്നു.
ഇത് ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമമായി ഇത് കണക്കാക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. ഇതിനെ ശക്തമായി എതിർക്കുന്നു പറയുന്നു. ഇതോടൊപ്പം വിവിധ ഹൈന്ദവ സംഘടനകളും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. കൊട്ടിയൂരിൽ ഇന്നും ഒരു നിരവധി ആളുകളാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം 50 ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ എത്തിയത്. അക്കരെ കൊട്ടിയൂരിൽ ഈ ഒരു സമയത്ത് വൈശാഖ യാഗം നടക്കുന്ന സമയത്ത് മാത്രമാണ് പ്രവേശനം. അത്രത്തോളം വലിയ തോതിൽ ആചാരങ്ങളും ഒക്കെ പാലിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ശബരിമല പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാവർ എന്ന പോലെ ഭാവലിക്കെട്ട് എന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെന്നും അത്തരത്തിൽ വ്യാജമായ ഒരു പ്രചരണം വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. എൽദോ ഓടിക്കൊണ്ടിരിക്കെ സ്കൂൾ ബസിന്റെ ഡോർ തകർന്നു വീണ സംഭവത്തിൽ ബസ്സിന് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. സംഭവത്തിന് ശേഷം ബസ് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. GPS ഉപയോഗിച്ചാണ് ബസ് കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവറുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കും. ബസ്സുകൾ പരിശോധനയ്ക്ക് ഹാജരാക്കാത്ത ജില്ലയിലെ സ്കൂളുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നിലവിൽ നമ്മൾ ഇപ്പോൾ ഈ വാഹനം ഓടിച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇതിന്റെ സ്പീഡ് ഗവേണർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. 50 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് നമുക്ക് EABകൾ ഓടിക്കാവൂ. 50 കിലോമീറ്റർ ആകുമ്പോൾ ഇതിന്റെ സ്പീഡ് ഗവേണർ ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആവണം. നിലവിൽ ഇത് 60-ന് മുകളിലാണ് ഈ വാഹനം പോകുന്നത്. അത് കുട്ടികളുടെ യാത്രയ്ക്ക് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് ഗവേണർ കൃത്യമാക്കി കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിന് സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കും. അതിന് ശേഷം മാത്രമാണ് ഇത് സർവീസ് നടത്താൻ നമ്മൾ നിലവിൽ അനുവദിക്കുന്നത്. നിലവിൽ നമുക്ക് 6 വാഹനങ്ങളാണ് അവർ ഹാജരാക്കിയിട്ടുള്ളത്. അവർക്ക് നിലവിൽ 8 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ഒന്ന് ഇന്നലെ അപകടത്തിൽ ശേഷം അവർ മാറ്റിയിട്ടിട്ടുണ്ട്. ഒരു വാഹനം ഇപ്പോൾ പുറത്താണ്, അവിടെ ഇല്ല. അപ്പോൾ 6 വണ്ടികളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂന്തോട്ടത്തിലാണ് ഈ പൂച്ചട്ടികളുള്ളത്. ഇവയിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് ഒരുക്കിയ മാതൃകാ പൂന്തോട്ടം തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഫ്ലെക്സും ബാനറുമില്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ്? പൊതുവെ പരസ്യങ്ങൾക്കെല്ലാം അത് വേണം. അതിനെല്ലാം തുണിയിലെഴുതിയ ബാനർ ഉപയോഗിക്കാനും പറ്റില്ല. പോളിയെഥിലീനിൽ തയ്യാറാക്കിയ ഫ്ലെക്സിൽ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ നാടുനീളെ ചിരിച്ച മുഖവുമായി എത്തിയത്. മിക്ക സ്ഥാപനങ്ങളും കൂറ്റൻ പരസ്യ ബോർഡുകൾ വയ്ക്കുന്നത്. ഉപയോഗം കഴിഞ്ഞാൽ ആ ബാനറുകൾ എന്ത് ചെയ്തു എന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുത്തരം തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നാൽ കാണാം. ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ നാട് നീളെയുള്ള ബാനറുകളെല്ലാം ശേഖരിച്ച് റീസൈക്കിൾ ചെയ്ത് പൂച്ചട്ടികളാക്കി മാറ്റി. ആ പൂച്ചട്ടികളിൽ മണ്ണ് നിറച്ച് ചെടി നട്ടു, നനച്ചു വളർത്തി. അതൊരു പൂന്തോട്ടമായി. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. റീസൈക്ലിംഗ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അങ്ങനെ മാലിന്യങ്ങളെ വിഭവങ്ങളാക്കി മാറ്റുന്ന സർക്കുലർ ഇക്കണോമിയുടെ പ്രായോഗിക മാതൃകയായി ഈ പൂന്തോട്ടം മാറി. സ്കൂളിൽ മാതൃകാ പൂന്തോട്ടം തദ്ദേശ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കൽ വലിയ എളുപ്പമാണ്, എന്നാൽ ചെയ്യൽ വലിയ പ്രയാസമാണ്. രാഷ്ട്രീയക്കാരും ബ്യൂറോക്രസിയിലെ ആളുകളൊക്കെ അതിന് മാതൃക കാണിക്കട്ടെ എന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം എല്ലാവരോടും പറയാനുള്ളത്. അതിന് കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആവുമെന്നാണ് പ്രതീക്ഷ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശാസ്ത്രീയ പരിപാലനം, പുനരുപയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മേയർ VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S. അയ്യർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് എന്നിവരും പങ്കെടുത്തു. അതിഥികൾ കുട്ടികൾക്കൊപ്പം പൂന്തോട്ടം സന്ദർശിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ശുചിത്വ മിഷനും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായാണ് മാതൃകാ പൂന്തോട്ടമൊരുക്കലും ഉദ്ഘാടനവും സംഘടിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പവിത്രം ഫുഡ്സ് ജനപ്രിയ ബ്രാൻഡായ കൊച്ചിൻ സ്നാക്സിന് ISO സർട്ടിഫിക്കേഷൻ. ഭക്ഷ്യസുരക്ഷയിലും ഗുണനിലവാര മാനേജ്മെന്റിലും മികവിനുള്ള ആഗോള അംഗീകാരമാണിത്. നേട്ടത്തിന്
GCQ CEO വിജയൻകുട്ടി നാരായണൻ, മാനേജിംഗ് ഡയറക്ടർ PM മുഹമ്മദ് റഫീഖ്, ഡയറക്ടർ സക്കീർ ഹുസൈൻ PM, അബ്ദുൽ സമദ് PM എന്നിവർ ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും നന്ദി രേഖപ്പെടുത്തി. 20 വർഷം മുമ്പ് പരിസ്ഥിതി ദിനത്തിൽ തൃപ്പൂണിത്തുറ പുതിയകാവ് ആയുർവേദ കോളേജ് ക്യാമ്പസിൽ മുൻ മുഖ്യമന്ത്രി PKVയുടെ ഓർമ്മയ്ക്കായി CPI പ്രവർത്തകർ നട്ടുപിടിപ്പിച്ച ഞാവൽ മരച്ചുവട്ടിൽ പാർട്ടി പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും ഒത്തുചേർന്നു. 2006 ജൂൺ 5-ന് അന്നത്തെ AYF നേതാവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന KN സുഗന്ധനാണ് ഞാവൽ മരം നട്ടുപിടിപ്പിച്ചത്. പ്രാദേശിക പാർട്ടി പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരുമാണ് മരം പരിപാലിച്ചു പോകുന്നത്. പന്തലിച്ചു ആ മരം. ഇപ്പോൾ മരച്ചുവട്ടിൽ ഒത്തുകൂടിയ പാർട്ടി പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന എറണാകുളം ചെമ്പുമുക്കിലുള്ള സ്നേഹനിലയം സ്പെഷ്യൽ സ്കൂൾ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും സമഭാവനയോടും കൂടി വളരാൻ ആവശ്യമായ അവസരങ്ങൾ നൽകിയ സ്ഥാപനമാണ് 50-ാം വർഷത്തിലേക്ക് കടന്നത്. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനം, സാമൂഹിക വികസനം, പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. 50-ാം വാർഷികത്തിൽ തെറാപ്പി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പഠന വിഭവങ്ങൾ വികസിപ്പിക്കുക, തൊഴിൽ പരിശീലന കേന്ദ്രം ശക്തിപ്പെടുത്തുക, വിദ്യാർത്ഥി ക്ഷേമ പദ്ധതികളും സ്റ്റാഫ് സപ്പോർട്ടിംഗ് സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുക എന്നിവയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഇനി വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കൗതുകത്തോടെ ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു സംഭവം ഡൽഹിയിലാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധം ഇന്നാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിന് അന്തിമ അനുമതി നൽകിയിട്ടില്ല. കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഡൽഹിയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ടെന്നും തന്റെ വിധി ഭരണഘടനയ്ക്ക് വിട്ടു നൽകുന്നു എന്നുമായിരുന്നു അഭിജിത് ദീപ്കയുടെ ട്വീറ്റ്. VR കാർത്തിക് വിവരങ്ങൾ നൽകും. കാർത്തിക്, ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാണ്, ഹിറ്റാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എത്രത്തോളം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാനുള്ളൊരു കാത്തിരിപ്പുണ്ട്. എന്തായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കുന്നത്? വലിയ ഒരുക്കങ്ങളും വലിയ സുരക്ഷാ സംവിധാനവും ഒക്കെ ആണല്ലോ ഡൽഹിയിൽ നടക്കുന്നത്. എൽദോ, അതീവ ജാഗ്രതയിലാണ് ഡൽഹി. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപഹാസ്യം എന്ന രൂപേണ ആരംഭിച്ച ഒരു കൂട്ടായ്മ അതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പരസ്യ പ്രതിഷേധം ഇന്നാണ്. ആദ്യമായി അവർ ആഹ്വാനം ചെയ്ത പരസ്യ പ്രതിഷേധം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജന്തർ മന്ദറിലാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡൽഹി പോലീസ് ഇതുവരെയും ജന്തർ മന്ദറിൽ ഇത്തരം ഒരു പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടില്ല. അല്പം മുമ്പ് അഭിജിത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിലെത്തി. ട്വീറ്റിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ലാൻഡഡ് ഇൻ ഡൽഹി എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ബോസ്റ്റണിൽ നിന്നാണ് അഭിജിത്ത് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ജന്തർ മന്ദറിൽ കാണാം എന്നാണ് അഭിജിത്തിന്റെ ട്വീറ്റ്. മാത്രമല്ല, നേരത്തെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചില നിർദ്ദേശങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി നൽകിയിരുന്നു. സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു ആഹ്വാനം. അതായത് പ്രതിഷേധിക്കാനായി എത്തുന്ന പ്രതിഷേധക്കാർ കയ്യിലൊരു പുസ്തകവും ഒപ്പം ഇന്ത്യയുടെ പതാകയും കരുതണം. പോലീസുകാരോട് അവർക്ക് പൂ നൽകി അവരോട് സൗമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറണം. ഇതൊക്കെയായിരുന്നു നിർദ്ദേശങ്ങൾ. ലാൻഡ് ചെയ്ത ശേഷം അഭിജിത്ത് എക്സിൽ പങ്കുവച്ച ഈ ട്വീറ്റിലും ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഒരു പക്ഷേ ഉപാധികളോടെ ഈ പ്രതിഷേധത്തിന് അനുമതി നൽകും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഡൽഹി വിമാനത്താവളത്തിലടക്കം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹി പോലീസിന് പുറമെ കേന്ദ്ര സേനയുടെയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അഭിജിത്ത് ദീപ്കെ ഇതുവരെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല. വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് കാത്തിരിക്കുന്നു. അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. മറ്റൊന്ന്, അഭിജിത് ദീപ്കെ സ്വീകരിക്കാൻ ആരും എത്തരുത് എന്നാണ് നേരത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ആരും എത്തരുത് എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവർ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന
ജൻസികൾ ഇപ്പോൾ അവിടേക്ക് എത്തുന്നു. മാത്രമല്ല ഡൽഹിയിൽ കർത്തവ്യപഥത്തിലടക്കം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ടീഷർട്ട് അടക്കം ധരിച്ച്, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ടീഷർട്ട് അടക്കം ധരിച്ച് പ്രവർത്തകർ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അഭിജിത്ത് ദീപ്കെ ഡൽഹിയിലെത്തിയിരിക്കുന്നു. ബോസ്റ്റണിൽ നിന്നാണ് ഡൽഹിയിൽ എത്തിയത്. അല്പസമയത്തിനകം തന്നെ പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അഭിജിത്ത് ദീപ്കെ നീങ്ങും. അവിടെ എത്തിയാൽ ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധത്തിനുള്ള അനുമതി തേടുന്നതാണ് ആദ്യഘട്ടം. പോലീസ് അനുമതി നൽകുമോ എന്നതാണ് ഏറ്റവും നിർണായകം. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി മാറി, ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയ ഒരു കൂട്ടായ്മയാണിത്. എന്ത് തരത്തിലാണ് എങ്ങനെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകും? നേരത്തെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഈ CJPക്കെതിരെ വരികയും ചെയ്തിരുന്നു. എന്തായാലും അതീവ ജാഗ്രതയിലാണ് ഡൽഹി. ഇപ്പോൾ ഡൽഹി പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്രസേനയുമുണ്ട്. പതിവിൽ കൂടുതൽ ബാരിക്കേഡുകളൊക്കെ ഡൽഹി എയർപോർട്ടിൻ്റെ ടെർമിനൽ 6-ൽ ഇപ്പോൾ നിരത്തിക്കഴിഞ്ഞു. അവിടെ പോലീസ് സന്നാഹമുണ്ട്. സ്വാഭാവികമായും അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡൽഹി പോലീസ് അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറുന്നു, മാത്രമല്ല ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി അനുമതി ചോദിക്കുമ്പോൾ ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധത്തിന് അനുമതി ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ രാജ്യം ഉറ്റുനോക്കുന്നത്. റൈറ്റ്. എന്തായാലും കാർത്തിക് സൂചിപ്പിച്ചതുപോലെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഇനി ഓരോ നിമിഷം കാത്തിരിക്കാം. ഇന്ന് നമുക്ക് അറിയാൻ കഴിയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സാഹചര്യം എന്താണ്, എങ്ങോട്ടാണ് അതിൻ്റെ പ്രയാണം, എങ്ങനെയാണ് പോലീസ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നെല്ലാം. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമ്മൾ 9 മണിക്ക് 9 മണി വാർത്തയുമായി വീണ്ടും ചേരാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.